സീറ്റ് കറക്റ്റ് ആക്കണം. ഈ സീറ്റ് ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്ലച്ചും ബ്രേക്ക് ആക്സിലേറ്റർ, അതാണ് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ. ഈ ഒന്നാമത്തെ ക്ലച്ച്, രണ്ടാമത്തെ ബ്രേക്ക്, മൂന്നാമത്തെ ആക്സിലേറ്റർ. ഈ ക്ലച്ചിന്റെ മുകളില് അഥവാ ക്ലച്ചിന്റെ അവിടെ ആയിരിക്കണം നമ്മൾ ഇടത്തെ കാല്. ഈ കാലെടുത്തിട്ട് ബ്രേക്കിന്റെ അവിടേക്ക് പോകരുത് കേട്ടോ. വലത്തെ കാലാണ് ബ്രേക്കും ആക്സിലേറ്ററും മാറി മാറി ചവിട്ടുന്നത്. അത് വി ഷേപ്പിൽ നമ്മൾ പോവാം. ഇങ്ങനെ വി ഷേപ്പ് കേട്ടോ, വി ഷേപ്പ് കേട്ടോ. അപ്പൊ പിന്നെ ഇനി ചെയ്യേണ്ടത് നമ്മൾ ചവിട്ടാൻ പറ്റണം. ഒന്ന് ചവിട്ടിയൊക്കെ എത്തണ്ടോക്കെ, ക്ലച്ച് ചവിട്ടിയൊക്കെ. ക്ലച്ചാണ് പോകട്ടെ ഫുള്ള്. പോകണില്ല. അപ്പൊ നമ്മൾ കുറച്ച് എന്ത് ചെയ്യണം, സീറ്റ് മുന്നിക്കണം. ഇവിടെ നമ്മൾ ഇടത്തേക്കാളുടെ അടിയിൽ ഒരു ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് മെല്ലെ ഒന്ന് വലിക്കും. അവിടെ തന്നെ മെല്ലെ പൊക്ക്, മെല്ലെ മുന്നിക്ക് വെക്ക്. കുറച്ച് അതെ, ഒന്നും കൂടി വാങ്ങി വെക്കും. ലേശം മുന്നിക്ക്. മതി നീ ചവിട്ടിയൊക്കെ ഓക്കെ അല്ലേ? നീ ബ്രേക്കും ചവിട്ടിയൊക്കെ. നീ ക്ലച്ചിന് ബ്രേക്കും കാല് വെച്ചോട്ടോ. ഓക്കെ അല്ലേ? നീ സീറ്റ് വലിച്ചിട്ട് രണ്ടാമത്തെ സീറ്റ് വലിക്കും. ഡ്രൈവിങ്ങിന്റെ ബാലപാഠങ്ങൾ പഠിച്ചാൽ ഡ്രൈവിങ് എളുപ്പമായിരിക്കും. അത് പഠിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ കുറേ ഉണ്ട്. കൈയിൻ്റെ ഉള്ളിൽ കൂടി സേഫ്റ്റി പർപ്പസ് ആണ്. ഇപ്പൊ ഇപ്പോഴത്തെ വണ്ടികളിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വണ്ടി പോവില്ല, ഒച്ചയൊക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഗിയറിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യം പറഞ്ഞുതരാം കേട്ടോ. ക്ലച്ച് ഫുള്ള് ചവിട്ടെ, ഗിയർ മാറ്റുമ്പോൾ ക്ലച്ച് ചവിട്ടണം. നമ്മൾ ബൈക്കിന്റെ സിസ്റ്റം നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ചാരുക മേലേക്ക്. ഓക്കെ, ചാരിട്ട് നിന്നോ ഫസ്റ്റ്ക്ക്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നല്ല ചാരിട്ട് താഴത്തേക്ക്. ഓക്കെ, തേർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പൊ ബലൊന്നും പിടിക്കരുത്, സാവധാനം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ന്യൂട്രലിലേക്ക് വരിക, എന്നിട്ട് മേലേക്ക് ഇട്ടാ ന്യൂട്രൽ. ഈ സെന്റർ ഭാഗമാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. നേരെ ഈ തേർഡിന്റെ നേരെ അടിയിലാണ് ആരെയും ഫോർത്ത്. എല്ലാത്തിനും കുറച്ച് ഇപ്പൊ ഫോർത്തിൽ അടക്കണം. ജസ്റ്റ് മേലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ന്യൂട്രലാണ്. ന്യൂട്രൽ ഈ തല മുതൽ ആ തലവരെ എന്തുണ്ട്, ന്യൂട്രൽ എന്ന് പറയുന്ന ഈ പോയിന്റ് ഉണ്ട്. ഇത്ര ഭാഗം അത് സെന്ററിലായിരിക്കും. ഇപ്പൊ മുകളിലാണെങ്കിൽ ന്യൂട്രൽ എവിടെ ആയിരിക്കും, താഴെ ആയിരിക്കും. ഓക്കെ, താഴെയാണെങ്കിൽ ന്യൂട്രൽ കുറച്ച് മുകളിലായിരിക്കും കേട്ടോ.